ഹായ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് മോർണിംഗ് എണീറ്റേ ഉള്ളൂ. ഇപ്പം ടൈം 9:30 ആണ്. ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. ടുഡേ ഐ എം പ്ലാനിങ് ടു ടേക്ക് എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഐ വിൽ ട്രൈ ടു ഇൻക്ലൂഡ് എവറിത്തിങ് ആസ് മച്ച് ആസ് പോസിബിൾ. അപ്പോൾ എനിക്കിങ്ങനെ ഫിസിയോ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബിറ്റുകൾ ഞാനിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗുഡ് മോർണിംഗ് ടു എവരിവൺ. അപ്പം ഞാൻ ബ്രഷ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ബെഡിൽ കിടന്നാണ് ബ്രഷ് ചെയ്യുന്നത്. കാരണം കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആണിപ്പോൾ. എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ബെഡിലാണ്. അപ്പോൾ അമ്മ വന്ന് ബെഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തരുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊന്ന് ബ്രഷ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് എൻ്റെ ലൈഫ്. ഏകദേശം 3 to 4 months ആയിട്ട് ഇങ്ങനെയാണ് എൻ്റെ ലൈഫ്. ഇതിന് ശേഷം ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് കഴുകുന്നുണ്ട്. ഞാൻ യൂസ് ആക്കുന്നത് വിൽവയുടെ മിൽക്ക് പൗഡർ ഫേസ് വാഷാണ്. ഇത് ഞാൻ ഇന്നലെ മേടിച്ചതേ ഉള്ളൂ. പക്ഷേ ഇന്നലത്തെ ഒരു യൂസിൽ തന്നെ എനിക്ക് നല്ലതായിട്ടാണ് ഫീൽ ആയത്. നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ സൂൺ ഇടുന്നതായിരിക്കും എൻ്റെ ചാനലിൽ. അതിനുശേഷം ഞാൻ വിൽവയുടെ തന്നെ മിൽക്ക് ഡ്രോപ്പ് സെറമാണ് യൂസ് ആക്കുന്നത്. ഇതും നല്ലൊരു പ്രോഡക്റ്റാണ്. ഇവരുടെ പാക്കേജിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. മോർണിംഗ് റുട്ടീൻ കുറച്ച് കഴിഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡ്ഡലിയും പഴവും പഞ്ചസാരയാണ്. എൻ്റെ ഫേവറേറ്റാണ്. മിക്ക ദിവസവും ഇത് തന്നെയാണ് ഞാൻ കഴിക്കുന്നത് മോർണിംഗ്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് വരാം. ഓക്കെ, ശരി. തലമുടി കോംബ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പോണി ടൈൽ കെട്ടി വയ്ക്കുന്നുണ്ട്. മിക്ക ഡേയ്സും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഹെയർ കെട്ടുന്നത്. ചില ദിവസം ഞാൻ പിന്നിടാറുണ്ട്. അതിനുശേഷം ഞാനൊരു ലിപ് ബാം യൂസ് ആക്കുന്നുണ്ട്. ഇത് ലോക്കലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. അതിനുശേഷം ഞാൻ സ്റ്റുഡിയോയുടെ ഐലൈനറാണ് യൂസ് ചെയ്തത്. കാണിക്കാൻ വിട്ടുപോയി. ഞാനൊരു പൊട്ട് തൊടുന്നുണ്ട് അത് വെച്ച്. അതിനുശേഷം ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഇങ്ങനെ കിടക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത് കിടക്കുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് ഡെയിലി. പക്ഷേ ഭയങ്കര സിക്കായിട്ടുള്ള ഡേയ്സ് മാത്രമാണ് ഞാനിതൊന്നും ചെയ്യാതെ മടി പിടിച്ച് കിടക്കുന്നത്. കണ്ണെഴുതി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്കാണ് തപ്പുന്നത്. അവിടെ വെച്ച് നിന്നു. പക്ഷേ പെട്ടെന്ന് കണ്ടില്ല. അത് എൻ്റെ സൈഡിലോട്ട് വീണ് കിടക്കുകയായിരുന്നു. അപ്പം ഞാനിത് സ്റ്റുഡിയോയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ആക്കുന്നത്. ഞാൻ ലിപ് ബാം തുടച്ച് കളഞ്ഞിട്ട് ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ തേക്കാം. ഞാൻ നല്ലൊരു ഷെയ്ഡാണ്. അതിനുശേഷം ഞാൻ ഹാൻഡ് മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ബെറി എന്ന് പറയുന്ന ഫ്ലേവറിലുള്ള ഹാൻഡ് മോയ്സ്ചറൈസറാണ് യൂസ് ആക്കുന്നത്. അതിനുശേഷം ഞാൻ മിനീസോയുടെ ഓറഞ്ച് സൺഷൈൻ എന്ന് പറയുന്ന സ്പ്രേ ആണ് യൂസ് ആക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് സ്മെല്ലാണിത്. അപ്പോൾ ഞാൻ ഫ്രഷായി. അതിനുശേഷം ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കണ്ണെഴുതുക, പൊട്ട് തൊടുക, ഇതെല്ലാം ഞാൻ ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ബൈബിൾ വായിക്കാൻ പോവാണ്. ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കാണാം. ഞാൻ ബൈബിൾ റീഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനിത് കുറച്ച് മാത്രമേ, ചെറിയൊരു ബിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഫുൾ ചെയ്യുന്നത് എടുത്തിട്ടില്ല. ഫുൾ റീഡ് ചെയ്യുന്നത് ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം കോൺസെൻട്രേഷൻ തെറ്റുമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. സമയം 12 മണിയായിട്ടുണ്ട്. ഞാൻ നല്ല ബോറടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ബോറടിക്കുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ജേർണലിങ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഏകദേശം കുറച്ച് മാസമായിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന ബുക്ക്. ഇതിൽ ഏകദേശം ഇത്രയ്ക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പിക്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിലാണ് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കിറ്റായിട്ട് വരുന്നത്. ഇത് ഏകദേശം 300 സംതിങ് കൊണ്ടോ ആയി വാങ്ങിച്ചപ്പോൾ എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ
ഇത് ചെയ്തിട്ട് വരാം. എന്തായാലും ഞാനത് കുറച്ചതിന് കാണിച്ചത് ഞാൻ എന്താണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ കീറിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ നേരത്താണ് ഇത് ഓഫ് ചെയ്ത് വെച്ചത്. ഇതിൻ്റെ കൂടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ സ്റ്റിക്കേഴ്സ് നോക്കി ഇതിന് മാച്ച് ആവുന്നത് ഏതാണെന്നൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത്. ചില സമയം എനിക്ക് ഇഷ്ടപ്പെടും, ചില സമയം എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ഞാൻ ചെയ്യുന്നത് തന്നെ. എന്നാലും എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന സ്റ്റിക്കേഴ്സ്. ഇതിൽ കുറേയൊക്കെ യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മാച്ച് ആകുന്ന എന്താണെന്ന് നോക്കിയിട്ട് അതാണ് ഇതിന് കൊടുക്കാൻ പോകുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇത് നന്നായിരിക്കും. എത്ര മാച്ച് അല്ലെങ്കിലും ഒരു റോസാപ്പിൻ്റെ ഒക്കെ ടച്ച് ഉണ്ട് അതിന്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അത് കൊടുക്കാമെന്ന്. ചെയ്തത് ഇതിൽ കുറച്ച് റൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ August 4th 2025 എന്നൊക്കെ കൊടുത്തു. ഞാനിത് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇതിൻ്റെ കുറച്ച് ബിറ്റ്സ് ഞാനിതിൽ ആഡ് ചെയ്തേക്ക് എന്തായാലും. ഇപ്പോൾ അമ്മ വന്നിട്ട് എനിക്ക് കുറച്ച് കട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി കുറച്ചേരം കുടിച്ചതിന് ശേഷം കുറച്ച് പാട്ടൊക്കെ കേട്ടിരുന്നിട്ട് വരാൻ. ബൈ. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. എനിക്ക് ഫിസിയോ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ ഫിസിയോയുടെ ബിറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. കാരണം ഫിസിയോ ചെയ്യുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, നമ്മൾ അതിൻ്റെ കൂടെ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ വീഡിയോ എടുക്കാൻ എത്ര പോസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ നോക്കിയിട്ട് അത് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഫിസിയോയുടെ സെഷൻ കഴിഞ്ഞു. ഞാനിപ്പോൾ എണീറ്റ് ബാക്കിൽ ജനലെല്ലാം ഓപ്പൺ, അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരും. ഇപ്പോൾ എൻ്റെ ഫിസിയോയുടെ സെഷൻ കഴിഞ്ഞു. 1 hour സെഷൻ ആയിരുന്നു. 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 3 മണിക്കാണ് തീർന്നത്. അപ്പോൾ ഇനി എന്താണുള്ളതെന്ന് നോക്കിയിട്ട് അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബൈ. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് സമയം 6 മണിയായിട്ടുണ്ട്. ഞാനൊരു 8-8:30 വരെ എണീറ്റിരിക്കാറുള്ളൂ ഡെയിലി. കാരണം അത് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ച് ഞാൻ കിടന്നുറങ്ങാറാണ് പതിവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഡിന്നർ കഴിക്കുന്നതും മെഡിസിൻസ് എടുക്കുന്നതും കൂടെ ഉള്ളൂ ഇനി വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം വീഡിയോ എൻഡ് ആക്കിയിട്ട് ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരും, ചെറിയ. ഇത് ഇത്രയൊക്കെയാണ് എൻ്റെ ലൈഫുള്ളത്. ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഓൾസോ കമൻറ്റ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ബൈ ബൈ.